എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നമ്മൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കില്ല. അവർക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും ക്ഷതമേൽപ്പിക്കുന്ന, ഭാവിയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഞാൻ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരെക്കാൾ ഒരു പടി താഴെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവാനും ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ ആയിട്ട് വളരെ നെഗറ്റീവായി തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള രീതിയിലേക്ക് കുട്ടികളെ ആക്കുന്ന വളരെ കോമൺ ആയി മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികളെ വല്ലാതെ താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ? കമ്പയർ ചെയ്യുക. സോ നമ്മളിപ്പോൾ കുട്ടികളെ അവരുടെ മൂത്ത കുട്ടികളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികൾ ആരുമായിട്ടായിരിക്കാം. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും പാരൻസുമായിട്ടും കുട്ടികളെ താരതമ്യം ചെയ്യാറുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, നിന്റെ കാലത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, നോക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞിനെയാണ് ഒരു അഡൽട്ടായിട്ട് പോലും താരതമ്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിയാതെ ആയിരിക്കാം ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ വീട്ടിലൊരാൾ വരുന്ന സമയത്ത്, ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് കുട്ടിയുടെ സിബ്ലിങ്സുമായിട്ട്, സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇയാൾ വളരെ ഇങ്ങനെയാണ്, പക്ഷെ ഇവൻ ഇതിലൊന്നും താല്പര്യമില്ല, അവൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാനസികമായിട്ടും ഈ വൈകാരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനെ കുട്ടികളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം എന്ത് ചെയ്യുന്ന സമയത്തും മറ്റാരോ ആയിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് അല്ലേ? സോ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടി വിചാരിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ആ വ്യക്തിയോളം ഇത്രയും നന്നാവണം, അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ ഞാൻ ഇങ്ങനെയൊക്കെ ആവണമെന്നാണ്. അപ്പം എൻ്റെ കഴിവെന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ബെസ്റ്റ് എന്താണെന്നുള്ളതല്ല കുട്ടിയിൽ കോൺസെൻട്രേഷൻ പോകുന്നത്. പാരൻസിൻ്റെയും കോൺസെൻട്രേഷൻ പോകുന്നത് മറ്റാരുടെയൊക്കെയോ സ്റ്റാൻഡേർഡിലേക്ക്, അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പോലെ നീയും ആവണം എന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പം മുതിർന്ന ആളുകൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വളരെ ഒരു പക്ഷേ എപ്പോഴും ചെയ്യണമെന്ന് പോലും ഇല്ല, അവരുടെ ജീവിതത്തിൽ ഇതുപോലെ വളരെ ഒന്നോ രണ്ടോ സമയത്ത് പോലും ഇതുപോലെയൊക്കെ കേൾക്കുന്നതായിരിക്കാം അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് കിടക്കുന്നുണ്ടാവുക. ഒരു പക്ഷേ അത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ അവരൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ കാണാതെ മറ്റൊരാളുടെ കഴിവിനെ കുറിച്ച് പറയുന്നതായിരിക്കാം. ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ കുട്ടികളുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ താരതമ്യം ചെയ്യുക എന്നുള്ളത്. കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ വരാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുക എന്നുള്ളതാണ്. ഒരു രക്ഷിതാവ് എങ്ങനെയാണോ കുട്ടികൾക്ക് സപ്പോർട്ടായി മാറേണ്ടത്, അതിന് പകരം ആ കുട്ടിയുടെ ട്രസ്റ്റ് നശിപ്പിക്കുകയും ആ കുട്ടിയെ ഇതുപോലെ കമ്പയർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരിക്കലും അവൻ്റെ ആ ഒരു മുഴുവൻ കഴിവുകളെ പുറത്തെടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവന് മാനസികമായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഇതിനെല്ലാം അറിഞ്ഞോ അറിയാതെയോ രക്ഷിതാക്കൾ കാരണക്കാരായി മാറുകയാണ്. സോ തീർച്ചയായും ആ ഒരു ബന്ധത്തെയും ഇത് ബാധിക്കും. ഇനി വരാവുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികളിൽ അവർ മുതിർന്നു കഴിയുമ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്ന പേടി, നമ്മൾ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയും. അപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ലേ, ഇത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി കാരണം ഇവർ പലതും ഒന്ന് ചെയ്തു നോക്കാൻ പോലും മടിക്കും. ഇനി ചെയ്താൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന് ആലോചിച്ച് അവർക്ക് ഭയങ്കരമായ ആങ്സൈറ്റിയും ആശങ്കയും ഒക്കെ വരുന്നത് കാണാം. അപ്പോൾ ഈ ആങ്സൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇപ്പോൾ കുട്ടികളിലൊക്കെ കാണുന്ന കാര്യമാണ്, മുതിർന്ന ആളുകളും ഒരുപാട് കൗൺസിലിങ്ങിന് വരുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു കമ്പാരിസന് കഴിവുണ്ട് എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയോ ഞാൻ എന്തോ ആയിത്തീരണം, അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ ആവണം, അവർ ചെയ്യുന്നത് പോലെ ആവണം എന്നൊരു സാധനം വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ മറ്റാരെയോ പോലെ ആവണമെന്ന് കരുതിയായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. ഈ കുട്ടി അല്ലെങ്കിൽ ഈ മുതിർന്ന വ്യക്തി നാളെ അയാളുടെ ബെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോലും അയാൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു എന്നൊരു കാര്യം ചിന്തിക്കാൻ അവരെ കൊണ്ട് പറ്റാതെ പോകും. സോ കുട്ടികൾക്ക് ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം കമ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ ഒരു തരം ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീലിംഗും ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ എന്ത് കാര്യവും ചെയ്യുന്നതിന് മുൻപേ അവരുടെ ഉള്ളിൽ ഈ ഒരു പേടി ഉണ്ടാവും, ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും.
ഇത് അവർക്ക് അവരുടെ പല കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവരെ പുൾ ബാക്ക് ചെയ്യുന്ന, അവരെ പിറകിൽ നിന്ന് വേണ്ട വേണ്ട നീ ചെയ്താൽ ശരിയാവില്ല എന്നൊരു ആ ഒരു അരക്ഷിതാവസ്ഥ ഇവരുടെ ഉള്ളിൽ വല്ലാതെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇത് ഇവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ പല രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ രക്ഷിതാക്കൾ മിക്കപ്പോഴും കുട്ടികളുടെ സ്കൂൾ പഠനകാലത്താണ് ഈ ഒരു താരതമ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ? എപ്പോഴാണ് കുട്ടി പഠിച്ചു വരുന്ന സമയത്ത്, കുട്ടിക്ക് മാർക്ക് കിട്ടുന്ന സമയത്ത്, പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നിന്റെ ചേച്ചി നന്നായിട്ട് പഠിക്കുമല്ലോ, അല്ലെങ്കിൽ ചേട്ടന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കൂടെ ഉള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിനക്ക് പറ്റാത്തത് എന്ന രീതിയിൽ നമ്മൾ താരതമ്യം ചെയ്തു തുടങ്ങാറുണ്ട്. ഇതുപോലെയുള്ള എന്തെങ്കിലും പഠന പ്രശ്നങ്ങളാണ് നമ്മൾ താരതമ്യം ചെയ്യാനുള്ള ഒരു കാരണമായി മാറുന്നത് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പഠന പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനും, അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതിനുശേഷം അവർക്കൊരു 1-to-1 ആയിട്ടിരുന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവർക്ക് അതിന് ട്രെയിനിങ് കൊടുത്ത് ആ പഠനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ കുട്ടിയുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവന് വളരെ കോൺഫിഡൻ്റ് ആയ ഒരാളാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ത്രൈവിലെ ടീമിലെ മെമ്പേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് ത്രൈവിലുള്ളത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ത്രൈവിൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് കുട്ടികളെ താരതമ്യം ചെയ്യാതെ അവരുടെ ബെസ്റ്റായിട്ട് മാറാൻ വേണ്ടി നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സ്ട്രെങ്തായി മാറാൻ നമ്മൾക്ക് പാരൻസിന് കഴിയുക. അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് കാര്യം വരുമ്പോഴും എന്ത് പ്രശ്നത്തിലും അവർ നമ്മളെ ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ ഓർക്കും. അല്ലാതെ ഭാവിയിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ അച്ഛനമ്മമാർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്ന് പറയുന്നതിന് പകരം എനിക്ക് എൻ്റെ ബെസ്റ്റ് ആവാൻ കഴിഞ്ഞത് എൻ്റെ അച്ഛനമ്മമാർ കാരണമാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.